ഇവിടെ കാപ്പാട് ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാറക്കെട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറയുടെ മുകളിലേക്ക് നടന്നു കയറി കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടി എന്തോ കയറിയാണ് പോകേണ്ടത്. നോക്കട്ടെ, ഇവിടെ അമ്പലത്തിൻ്റെ ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ ഒരു ബീച്ച് സൈഡിൽ തന്നെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു അമ്പലം കേട്ടോ. ഇത് കണ്ടില്ല, ആ പാറയുടെ മുകളിലാണ് ഇത്രയും മരങ്ങൾ പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ നടുക്കൊരു അമ്പലം. അവിടെ ആ നേരെ താഴെ കാണുന്നതാണ് ബീച്ചിൻ്റെ ഏരിയ. ആ കുറേ വഞ്ചികളൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ, അത് കണ്ടില്ലേ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ പാറയുടെ മുകളിലാണ് നമ്മളിപ്പോൾ കയറി ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്, ആൾക്കാരൊന്നും കാണുന്നുമില്ല. അതുകൊണ്ടെന്തായാലും നമ്മളിപ്പോൾ അകത്തോട്ട് കയറുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ കൂടി വല്ലതും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഈ ഒരു വഴി ഇറങ്ങിപ്പോവാം. ഇവിടെ കൂടി വണ്ടിക്കും വരാട്ടോ. നമുക്ക് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതവിടെ മുന്നിൽ കാണുന്നതാണ് അമ്പലം, ആ മലയുടെ മുകളിലായിട്ട്. അതിൻ്റെ സൈഡിൽ ഈ പാറയിൽ കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്രൗണ്ടിലെത്തി. ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. അതെ, ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് വേറൊരു പാറക്കെട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറി പോവാം. ഇവിടെ വഞ്ചികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ പോവാതെ കമത്തിയിട്ടിരിക്കുന്നതാണ്. ആളുകളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കിടന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട്. ചെറിയൊരു ബീച്ചും ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ നല്ലൊരു വലിയ പാറക്കെട്ടും ഉണ്ട്. എന്തായാലും ബീച്ചൊക്കെ നമ്മളിപ്പോൾ കുറേ കണ്ടു കഴിഞ്ഞില്ലേ, പാറക്കെട്ടിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ പാസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആർക്കെപ്പോൾ വേണമെങ്കിലും വന്ന് കയറി കാണാവുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ കൂടി നടന്ന് കയറാം നമുക്ക് മുകളിലേക്ക്. ഇവിടെ ഒരു ഹാൻഡ് റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട് താഴേക്ക് വീഴാതിരിക്കാനൊക്കെ ഇട്ട്. നമ്മളങ്ങനെ പാറയുടെ മുകളിലെത്തി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. തൂവപ്പാറ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതായത് നമ്മുടെ കാപ്പാട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഏരിയ. ഇതുണ്ട്, നല്ല മനോഹരമായിട്ടുള്ളൊരു പാറക്കെട്ടാണ്. അപ്പോൾ ഇവിടെ ഡോൾഫിനൊക്കെ മറിയുന്നുണ്ട് കേട്ടോ കടലിൽ. ഞാനിപ്പോൾ അതേ പെട്ടെന്ന് ഒരെണ്ണത്തിനെ കണ്ട്. അതിൻ്റെ ആ ഒരു കൊമ്പ് പോലത്തെ ആ ഏരിയ ഉണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങി വന്ന് താന്നു പോകുന്നുണ്ട്. എൻ്റെ തലയും കണ്ട് കുറച്ച്. നമ്മളപ്പോൾ ഏറ്റവും അറ്റത്തെത്തിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു കമ്പിയുടെ അടുത്ത് വരെ നമുക്ക് വന്ന് നിൽക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്, അത് ഡേഞ്ചറാണ് അങ്ങോട്ട്. കാരണം നല്ല ആഴമുള്ള ഏരിയ ആയിരിക്കും ഇവിടെ, ഈ ഒരു പാറയുടെ ഒരു എഡ്ജായത് കാരണം. ഇവിടെ ഒരു യു ഷേപ്പിലാണ് ഇങ്ങനെ ഈ ഒരു ഹാൻഡ് റെയിൽസ് കെട്ടിയിരിക്കുന്നത് ഈ പാറയിൽ. ഇതിൻ്റെ ബാക്കിൽ ആ മരങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു അമ്പലം നമ്മളിപ്പോൾ കണ്ടത്.
അപ്പോൾ അവിടെ കൂടി നമുക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ വഴിയില്ല. അമ്പലത്തിൽ കയറണമെങ്കിൽ നേരെ ആ പാറയുടെ മുകളിലേക്ക് തന്നെ കയറിയിട്ട് അവിടെ നിന്ന് ആ ഗേറ്റ് വഴി കയറാം. ഇവിടെ ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടി, ആ റോഡിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട്. ഇതാ ഇവിടെ നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് ആ അമ്പലം കാര്യങ്ങളൊക്കെ. ഇതാ അവിടെ ദൂരെ ആ ചുമന്ന കാറ് കിടക്കുന്ന കണ്ടില്ലേ, ആ തെങ്ങിൻ്റെയൊക്കെ അപ്പുറത്ത്, അതാണ് റോഡ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വണ്ടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വഴി കൂടി ഇങ്ങോട്ട് നടന്നു പോകുന്നത്. ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കൂടി നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറാം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ആ ഒരു ബീച്ചിൻ്റെ ഏരിയയാണ് ആ കാണുന്നത്. ഇവിടെ ഫുള്ള് പാറക്കെട്ടുകളാണ്. ഇത് കടലിലേക്ക് ഇറങ്ങി ഒരുപാട് പാറക്കെട്ടുകൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം എൻ്റെ മൊബൈലിൽ, അപ്പോഴേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ കാപ്പാട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഈ ഒരു തൂവപ്പാറ എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.